ഹലോ. അങ്ങനെ ദാ മാവേലി വീണ്ടും വന്നിരിക്കുകയാണ്. മാവേലി എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലെങ്കിലും മാവേലി വരും. ഞാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും വരുമെന്നാവും. വല്ലപ്പോഴുമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ. വന്നു പിന്നെ കുറേ നാളത്തേക്ക് കാണില്ല, പിന്നെ വന്നു പിന്നെ കുറേ നാളത്തേക്ക് കാണില്ല. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങളുടെ റോൺസി മോളുടെ എന്താ പറയുക, ഒരു ബിഗ് ഡേ ആണ് കേട്ടോ. റോൺസിയുടെ രജിസ്റ്റർ മാരേജ് ആണെന്ന്. ആൾ നല്ല അടിപൊളിയായിട്ട് റെഡിയായി നല്ല സുന്ദരി കുട്ടിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ചിട്ടാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ രജിസ്റ്റർ മാരേജ് നടക്കുന്നത് പട്ടണക്കാട് തുറവൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടിക്ക് എല്ലാവരും കൂടെ പോയി. ചെക്കൻ്റെ വീട് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ജിൻസ് ചേച്ചിയും പിന്നെ ചേട്ടായും പിന്നെ മാക്സി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അങ്കിളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ കറി പോകുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം പല പല കറികളിലായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ പല റൂട്ടിലാണ് പോയത്. ഞങ്ങൾ ഈ റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ കൂടാതെ ആദ്യമേ ഉണ്ട് കേട്ടോ. ഓഫ്കോഴ്സ് ആദ്യമേ ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ആൾ നല്ല മെന്തലും കുരുത്തക്കിടക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കാറിൽ. അപ്പോൾ അത് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ പയ്യൻ. ചെക്കൻ്റെ പേര് ജിതിൻ എന്നാണ്. പുള്ളിക്കാരൻ HDFC ബാങ്കിൽ ഞങ്ങളുടെ ഇവിടെ തോമ്പടിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമുണ്ട് രണ്ടുപേരുടെയും മുഖത്തല്ലേ. നല്ല ഹാപ്പിയാണ്. കാരണം രണ്ടുപേരും ഇന്ന് ലീഗലി മാരീഡ് ആവാൻ പോവല്ലേ. പിന്നെ ഈ രജിസ്റ്റർ മാരേജ് എന്ന് വിചാരിച്ചപ്പോഴല്ല, രജിസ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ച് വെച്ചത് പണ്ട് സിനിമകളിലൊക്കെ കാണത്തില്ലേ, നമ്മൾ ചെന്നിട്ട് സൈൻ ചെയ്യുക, ഫോട്ടോ എടുക്കുക, പോരുക, അങ്ങനത്തെ പരിപാടി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിന് ഇത്രയൊക്കെ നൂലാമാലകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ രജിസ്റ്റർ മാരേജ് കാണുന്നത് തന്നെ. അപ്പോൾ അതിന് എന്താ, നമ്മൾ ഇപ്പോൾ 1 മാസം മുന്നേ നമ്മൾ അപേക്ഷ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നോട്ടീസ് പീരീഡ് എന്ന് വെച്ചാൽ നോട്ടീസിൽ അവർ നോട്ടീസ് ബോർഡിൽ അത് പബ്ലിഷ് ചെയ്യും. പിന്നെ എന്താ, ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ ഡേറ്റിൻ്റെ അന്ന് നമ്മൾ രജിസ്റ്റർ മാരേജിൻ്റെ അന്ന് ചെന്നാലും എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടത്. ആ ഫയൽ വേണം, ഈ ഫയൽ വേണം, ആ പേപ്പർ വേണം, ഈ പേപ്പർ വേണം, അവിടെ സൈൻ ചെയ്യണം, ഇവിടെ സൈൻ ചെയ്യണം. പിന്നെ ഇവർക്ക് കുറേ ഇവരോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവർ മിസ്റ്റർ ആൻഡ് മിസ് എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിതിനും റോൺസിയും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് രണ്ടുപേരും ലീഗലി മാരീഡ് ആയിരിക്കുക. അപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അതല്ലാണ്ട് സെൽഫിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഈ പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് ഇവരുടെ രജിസ്റ്റർ മാരേജിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നേരമ്പോക്ക് വേണ്ടേ, ഞങ്ങൾ എല്ലാവരും കൂടി വന്നേക്കണല്ലേ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. രജിസ്റ്റർ ഓഫീസിലെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജിതിൻ്റെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ പോയത്. അവിടെ ചെന്ന് റോൺസിനെ ജിതിൻ്റെ വീട്ടിലാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത്. അവിടെ അവർ ചെറിയൊരു സ്നേഹവിരുന്ന് കൂടെ എന്ന് വെച്ചാൽ ചെറിയൊരു ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. ഫുഡ് കഴിക്കണം നമ്മൾ ഇങ്ങനെ പോലും. അപ്പോൾ റോൺസി ജിതിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്കൊക്കെ വാങ്ങി വീടിനകത്തേക്ക് വലതുകാലം വെച്ച് വീടിനകത്തോട്ടൊക്കെ കയറി. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മധുരം തരുമല്ലോ. കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ മധുരം തരുമല്ലോ. ഈ മറ്റേ പാട്ടൊക്കെ കേൾക്കുന്ന പോലെ പാലും പഴവും കൈകളിലേന്തി എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ പാലിനകത്ത് പഴമൊക്കെ അരിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്വീറ്റായിട്ടുള്ളൊരു സാധനമായിരുന്നു അവർക്ക് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ അവരതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡ് കഴിക്കാൻ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഒന്നാമത്തെ കുറേ നേരം രജിസ്റ്റർ ഓഫീസിലും അവിടുത്തെ പരിപാടികളും നല്ല ടയേർഡായിരുന്നു. അത്യാവശ്യം നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബിരിയാണി വന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അധികമൊന്നും കഴിച്ചൊന്നുമില്ല. ഞങ്ങൾ അതുകൊണ്ട് നല്ലോണം ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് റോൺസീനെ ആ വീട്ടിലെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് ടെറി ആൻറ്റിയും റോബർട്ടങ്കയും എല്ലാവരുമൊക്കെ കൂടി നിന്ന് ഫാമിലി ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത്. കല്യാണത്തിൻ്റെ തന്നെ റിസപ്ഷൻ്റെ പരിപാടികളുടെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.